ഇപ്പോൾ ഒറ്റപ്പാലത്ത് നിന്ന് പട്ടാമ്പി 35 കിലോമീറ്റർ ഉള്ളത്. നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ഈ അവസ്ഥയായിരുന്നു. നമ്മൾ നേർച്ച കാണാൻ പോകുമ്പോഴുള്ള ഒരു അവസ്ഥ ഭയങ്കര അവസ്ഥയായിരുന്നു, ബ്ലോക്കായിരുന്നു. അപ്പോൾ നമ്മളത് വീഡിയോ ചെയ്യേണ്ടെന്ന് തിരിച്ച് നമ്മൾ അർജൻറ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അർജൻറ്റിനേക്കാൾ ചിലപ്പോൾ ഹോസ്പിറ്റൽ കേസുകൾ വരാം. അത് ഇത്ര കാലമായി ഇതോടെ കിടക്കുന്നില്ലേ. ഇവിടുത്തെ MLA പറഞ്ഞായിരുന്നു അത് പെയ്ഡായിട്ട് ചെയ്തിരിക്കുകയാണ്. എന്ത് പെയ്ഡാന്ന് അവർ പറഞ്ഞത്? ഒരു പെയ്ഡും അല്ല ഇവിടെ ചെയ്യേണ്ടത്. ഇത് ഞാനും ഒരു ഇടതുപക്ഷ അനുഭാവിയൊക്കെ തന്നെയാണ്. പക്ഷെ പറയേണ്ടടുത്ത് നമ്മൾ പറയണം, എന്തെന്നായാലും വേണ്ടില്ല. അത് മൂസിൻ്റെ ആൾക്കാരൊക്കെ നമ്മുടെ വലിയ വ്ളോഗറൊന്നുമല്ല നമ്മൾ. എന്നാൽ ആരെങ്കിലും ഇത് കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയാൾ ശ്രദ്ധയിൽപ്പെടുത്തണം. ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് ഭാരതപ്പുഴയുടെ നിലാതീരത്തിൽ നിൽക്കുന്ന നമുക്ക് നമ്മുടെ വീഡിയോക്കുള്ള ഇൻട്രോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇന്ന് പോകുന്നത് പട്ടാമ്പിയിൽ കൊടുമുണ്ട അതിൻ്റെ നേർച്ച കാണാൻ വേണ്ടി പോകണം. നിങ്ങൾക്ക് നേർച്ചയിൽ ഇന്നത്തെ വീഡിയോയിൽ ഫുള്ള് നമുക്കുള്ളത് കേട്ടോ. അപ്പോൾ എൻ്റെ ചാനലിലേക്ക് കാണുന്നവർക്ക് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സുസ്വാഗതം. നമ്മുടെ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുമെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തിയിട്ട് കാണുകയും നമുക്കും അതൊരു ഉപകാരമാണ്, നിങ്ങൾക്കും അതൊരു തീർച്ചയാണ്. ഓക്കെ, നമുക്കിന്ന് നേർച്ചയുടെ വിശേഷങ്ങളുമായിട്ടാണ് പട്ടാമ്പി കൊടുമുണ്ട നേർച്ചയുടെ വിശേഷമായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത്. ഇത് ചിലപ്പോൾ നാളെ മറ്റന്നാളൊക്കെ അപ്ലോഡ് ചെയ്യുക. ഇന്ന് 14-ാം തീയതി വാലന്റൈൻസ് ഡേ ആണ്. എല്ലാ കമിതാക്കൾക്കും ഒരു ഹാപ്പി വാലന്റൈൻസ് ഡേ നേർന്നുള്ള കുറച്ച് ഡിലേ ആയിരിക്കും ചിലപ്പോൾ പറക്കി വെക്കുന്നത് കാണുമ്പോൾ ഉണ്ടാവുക. ഇന്നത്തെ ദിവസത്തിലാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പം എന്നാൽ എല്ലാവരും പോകുന്ന വഴി നമുക്ക് അടിപൊളിയായിട്ടൊരു നേർച്ചിൻ്റെ പരിപാടി കണ്ടിട്ട് പോരാം. ഗൈസ്, നമ്മൾ പട്ടാമ്പിക്ക് പോണ വഴിയിൽ ഒരു അടിപൊളി പലതരം സ്നാക്സുകൾ കിട്ടുന്ന ഒരു സ്നാക്സ് കട കണ്ടപ്പോൾ കയറിയതാണ്. നേർച്ചയ്ക്ക് പോണ വഴിക്ക് നമ്മളിവിടെ കണ്ടപ്പോൾ കയറിയതാണ്. നമുക്കത് എന്തൊക്കെയാണെന്നുള്ളത് കുടിച്ച് നോക്കാം, കഴിച്ച് നോക്കാം. നിങ്ങളും പോന്നോളി. ഒരു എന്താ അറിയില്ല, മുട്ടയൊക്കെ നനച്ചൊരു സാധനം, ഇതിൻ്റെ ഉള്ളിൽ മുട്ടയൊക്കെ ഉണ്ട്. ഞാൻ വേറൊരു സാധനം വാങ്ങട്ടെ കേട്ടോ. ഇത് ഫോൺ കൊടുക്കണം കേട്ടോ. ഊട്ടിക്കത്തെ എണ്ണയാണ്. അയാളോട് മധുരം കുറക്കാൻ പറഞ്ഞിട്ട് അയാൾ മധുരം കൂട്ടിയിട്ടാണ് നിൽക്കണത്. അങ്ങനെ നമ്മൾ പട്ടാമ്പി പോണ വഴിക്ക് ചായ കുടിച്ചു. പട്ടാമ്പി കടുമുണ്ടക്കല്ല പോണ നേർച്ച എവിടെയാണ്? കൊടുമുണ്ട അല്ലേ? കൊടുമുണ്ട നേർച്ചക്ക് പോകണം കേട്ടോ. അപ്പോൾ കൊടുമുണ്ട നേർച്ചത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ളത്. ആരും സ്കിപ്പ് ചെയ്യേണ്ട, ഗംഭീര ബാൻഡടി പരിപാടികളുണ്ടാവും. ഓക്കെ, അപ്പം ഇനി നമുക്ക് കൊടുമുണ്ട വെച്ചിട്ട് കാണാം. പട്ടാമ്പി കൊടുമുണ്ട എന്ന് പറയുന്നത് നമ്മളെ സ്വന്തം ചങ്ക് ബ്രോ ആഷിക്കിൻ്റെ കൂടി നാടാണ്. ആഷിക്ക് വീഡിയോ കാണുന്നത് വെച്ചെങ്കിൽ ആഷിക്ക് എൻ്റെ നാട്ടിൽ നമ്മൾ വന്നിട്ടുണ്ട്. ഈ ഇവിടെ എല്ലാന്ന് മനസ്സിലായി, ഈ പുറത്താണ്. അത് നമ്മൾ എൻ്റെ നാട്ടിൽ നേർച്ച കാണാൻ വേണ്ടിയാണ് വന്നിട്ടുള്ള. ആഷിക്ക് ഈ ഇത് കണ്ടോ ഗൈസ്. നമ്മളങ്ങനെ കൊടുമുണ്ട എന്ന സ്ഥലത്തിന് പേര് കൊടുമുണ്ട എത്തി. നമ്മൾ നേർച്ച ഒരു 1.5 കിലോമീറ്റർ പുറത്തോട്ടിട്ട് പോലീസ് തടുക്കുന്നുണ്ട്. ഇനി ഇത്രയും ദൂരം നമ്മൾ നടന്നിട്ട് വേണം പരിപാടി കാണാൻ. അപ്പോൾ നമുക്ക് നേരെ കൊടുമുണ്ട നേർച്ചയുടെ സ്ഥലത്തേക്ക് പോകാം. ബ്ലോക്കാണ് കേട്ടോ, നല്ല ബൈക്കുകാരൊക്കെ തടുക്കുന്നുണ്ട് അവിടെ. പോലീസ് പകുതിയിൽ നിന്ന് തടുക്കുകയാണ്. ഒരു തുണി കൊണ്ടുള്ള പന്തൽ കാണുന്നുണ്ട് അവിടെ. പന്തലല്ല, എന്താണ് പറയാ, ഇത് 2 വഴിയുണ്ട്. ഏതിനെ പോകണ്ട നമ്മൾ? തുണി കൊണ്ട് ഗൈസ്. അങ്ങനെ നമ്മൾ ആനപ്പിണ്ടം കണ്ടു ഗൈസ്. ആന ഇവിടെ ഉണ്ടോ സംശയമുണ്ട്. ട്രെയിൻ അതിൽ കൂടെ പോകുന്ന സൗണ്ട് കൊണ്ട് കേൾക്കുന്നതല്ല. ട്രെയിൻ കഴിഞ്ഞു. ആനയുണ്ട്, ആനപ്പിണ്ടുണ്ട്. ഇതിലേക്ക് സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. സൂര്യൻ ഞങ്ങൾ കാണുന്നുണ്ടാവും വിചാരിക്കുന്നത്. ഈ ഗ്രൗണ്ടിലാണ് സകല പരിപാടിയും ഒത്തുകൂടെ. പട്ടാമ്പി നേർച്ച പോലെ തന്നെയാണ് ഇവിടുത്തത്. അപ്പോൾ ഇവിടെ എത്തുമ്പോഴേക്കും അദ്ദേഹം രസമായിട്ട് കാണാം. സകല പരിപാടികളും ആനകളും ഇവിടെ നല്ല അണിനിരക്കും. ആ ഒരു വീഡിയോ കൂടി നിങ്ങൾക്ക് കാണാം കേട്ടോ. ഭാഗ്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടുന്ന് പോയിട്ടില്ല വെച്ചെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇന്ന് പൂരത്തോടനുബന്ധിച്ചിട്ട് നമ്മുടെ ചെനക്കത്തോട് പ്രത്യേകിച്ച് അവിടെ ജാസി ഗിഫ്റ്റ് അവതരിപ്പിക്കുന്ന ഗംഭീര ഗാനമേള ഉണ്ട് ഗൈസ്. 7 മണിക്കാണ്. അവിടെ നിന്ന് എത്താൻ പറ്റുമോ തോന്നുന്നില്ല. റോഡിൻ്റെ അവസ്ഥ അതൊരു പരിതാപകരം പിടിച്ച റോഡുമാണ്. നമുക്കതിന് റോഡിൻ്റെ അവസ്ഥ ഞാൻ ബാക്കി നിങ്ങൾക്ക് കാണിച്ചു തരാം. അടിപൊളി ഡ്രസ്, നല്ല ഡ്രസ് കോഡ് അവിടെ. ആന കടക്കാം.
ഗൈസ് ആ നടന്നു വരുന്ന തങ്ങൾക്കാണ് നോട്ടുമായിട്ടത് ഒരു 5000 ഉണ്ടായാലും 3500 5000ൻ്റെ മുകളിലുണ്ട് കേട്ടോ. വേറെ ഡ്രസ്സ് അല്ലേ ആ ഡ്രസ്സ് ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ പട്ടാമ്പി കൊടുമുണ്ട നീർച്ച 2-3 പരിപാടികളൊക്കെ കണ്ട് അടിപൊളി ആനകളുണ്ട് ഇവിടെ. സൂപ്പറായിട്ടുള്ള സൂപ്പർ 2 ആനകളുണ്ട്. ആ ആനകളെ കണ്ടു നമ്മളങ്ങനെ ഇവിടുന്ന് പോവാണ്. നമുക്കിനി നമ്മുടെ ചെനക്കത്തൂർ പോയിട്ട് നമ്മുടെ ജാസി ഗിഫ്റ്റ് നടത്തുന്ന അടിപൊളി പരിപാടി ഉണ്ട്. അത് കാണാൻ നമ്മൾ വെച്ച് പിടിക്കാണ്. റോഡിൻ്റെ അവസ്ഥ കൂടി കാണിച്ചു തരാം. ജാസി ഗിഫ്റ്റ് പാടിക്കഴിയുമ്പോൾ അവിടെ എത്തുമോ എന്നുള്ളത് അറിയില്ല. അപ്പോൾ നമ്മളങ്ങനെ കൊടുമുണ്ടേന്ന് നമ്മൾ പോവാണ്. അടുത്ത് നമ്മൾ ചെനക്കത്തൂർ മൈതാനത്ത് വെച്ച് കാണാം. ഓക്കെ, പോണ വഴിക്ക് പോണ വിശേഷങ്ങളും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്നാൽ സെറ്റാക്കി തരാം. വരെ പോരി ഗൈസ്. നമ്മൾ പട്ടാമ്പി റോഡിലേക്ക് കയറിയിരിക്കുകയാണ്. പട്ടാമ്പി റോഡിൻ്റെ ഒരു അവസ്ഥയാണ് ഈ കാണുന്നത്. ഇന്ന് കാണണം. നമ്മൾക്ക് ഒറ്റപ്പാലത്ത് നിന്ന് പട്ടാമ്പിയിലേക്ക് 35 കിലോമീറ്റർ കണ്ടുള്ളൂ. ഇപ്പോൾ ഒറ്റപ്പാലത്ത് നിന്ന് പട്ടാമ്പി 35 കിലോമീറ്റർ ഉള്ളത്. നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ഈ അവസ്ഥയായിരുന്നു. നമ്മൾ നീർച്ച കാണാൻ പോകുമ്പോഴുള്ള ഒരു അവസ്ഥ ഭയങ്കര അവസ്ഥയായിരുന്നു. ബ്ലോക്കായിരുന്നു. അപ്പോൾ നമ്മളത് വീട് ചെയ്യേണ്ടെന്ന് തിരിച്ച് നമ്മൾ അർജൻറ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അർജൻറ്റിനേക്കാൾ ചിലപ്പോൾ ഹോസ്പിറ്റൽ കേസുകൾ വരാം. അതുപോലെ എന്തൊക്കെ ഒരു എമർജൻസിക്ക് ആൾക്കാർ പോകണം. അതൊരു അടിസ്ഥാനപരമായിട്ടൊരു പുരോഗതി എന്ന് പറഞ്ഞതും ഒരു വികസനം എന്ന് പറഞ്ഞതും റോഡാണ്. ആ റോഡിൽ അതാത് സ്ഥലങ്ങളിലെ MP MLA നമ്മൾ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നത് അവിടുത്തെ വികസനത്തിന് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. എത്ര കാലമായി ഇതോടെ കിടക്കുന്നത് അല്ലേ? എത്ര കാലത്ത് ഇപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് സുജിത്ത് ഭക്തൻ, അതായത് നമ്മുടെ ആ ഒരു യൂട്യൂബർ സുജിത്ത് ഭക്തൻ ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ ഇട്ടപ്പോൾ ഇവിടുത്തെ MLA പറഞ്ഞായിരുന്നു അത് പെയ്ഡായിട്ട് ചെയ്തിരിക്കുകയാണ്. എന്ത് പെയ്ഡാന്നവർ പറഞ്ഞത്? ഒരു പെയ്ഡും അല്ല ഇവിടെ ചെയ്യേണ്ടത്. ഇത് ഞാനും ഒരു ഇടതുപക്ഷ അനുഭാവിയൊക്കെ തന്നെയാണ്. പക്ഷെ പറയേണ്ടടുത്ത് നമ്മൾ പറയണം. എന്തെന്നായാലും വേണ്ടില്ല. നമ്മൾ റോഡ് ടാക്സും കെട്ടി, ഈ വണ്ടി എടുക്കുമ്പോൾ വണ്ടിയുടെ ടോൾ ടാക്സ് എത്രയോ കൊല്ലത്തിന് വേണ്ടി നമ്മൾ കെട്ടിയിട്ട് അതിൻ്റെ എല്ലാം ചെയ്തിട്ട് നമുക്ക് യാത്ര ദുരിതമാകുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആരാണ് അവിടുത്തെ ജനപ്രതിനിധി? അവരിനെ തന്നെയാണ് ഞാൻ പറയണത്. അവരാണിത് ശരിയാക്കി എടുക്കേണ്ടത്. എത്ര പെട്ടെന്ന് ചെയ്തെടുക്കാം. ഏതെങ്കിലും ഒരു മന്ത്രി വരട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പരിപാടി വെക്കട്ടെ, എത്ര പെട്ടെന്നായിരിക്കും നമ്മൾ റോഡുകൾ ശരിയാക്കി കൊടുക്കുക. ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ്റാണ് ഈ സകല പുരോഗതികൾ കൊണ്ടുവരുന്നതും. വളരെ മോശമാണ് കിടക്കുന്നത്. അതായത് എന്താണ് സുജിത്ത് ഭക്തൻ പറഞ്ഞ പോലെ കേരളത്തിലെ ഏറ്റവും മോശപ്പെട്ട റോഡുകളിൽ ഒരു റോഡാണ് ഈ പട്ടാമ്പിയിൽ നിന്ന് നമുക്ക് ഒറ്റപ്പാലം കൊളപ്പള്ളി കഴിഞ്ഞിട്ട് പട്ടാമ്പി വരെയുള്ള യാത്ര ദുരിതമാണ്. ഇത് 1-2 പ്രാവശ്യം അതിനിടയ്ക്ക് എനിക്കൊരു അർജൻറ്റ് കേസ്, ഒരു ഹോസ്പിറ്റലിൽ എല്ലാവരും മരിപ്പിന് വേണ്ടിയിട്ട് പോയി തിരിച്ച് ജോലിക്ക് പോകുന്ന രീതിക്ക് വന്നിട്ട് എവിടെ അന്നത്തെ ദിവസം മരിപ്പെടുത്താലും കൂടി നമ്മൾ അവിടെ എത്താൻ പറ്റൂല. ചുറ്റി വളഞ്ഞ് കിലോമീറ്റർ വഴി കളഞ്ഞു പോകണം. ആ റോഡും പറയാൻ പറ്റത്തത്ര നല്ല റോഡൊന്നുമല്ല. എന്നിരുന്നാലും ഇത് വളരെ മോശമാണ്. ഇത് മൂസിൻ്റെ ആൾക്കാരൊക്കെ നമ്മുടെ വലിയ വ്ളോഗറൊന്നുമല്ല നമ്മൾ. എന്നാൽ ആരെങ്കിലും ഇത് കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയാൾ ശ്രദ്ധയിൽപ്പെടുത്തണം. ആ നാട് ഇനി ഒരു വട്ടം കൂടി പുള്ളിയെ തിരഞ്ഞെടുക്കണം ജനങ്ങളെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പുരോഗതി കൊണ്ടുവന്നാൽ മാത്രമാണ് ആ നാടിൻ്റെ ആൾക്കാർ തിരഞ്ഞെടുക്കുള്ളൂ. ഈ പട്ടാമ്പിത്തെ ജനങ്ങളെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. പൊടി അടിച്ചിട്ടും പൊടി നോക്കിയൊക്കെ ഒരു വണ്ടി പോകുമ്പോൾ പൊടി അടിച്ചിട്ട് ഇവിടെ ഒരു വയസ്സായ ആൾക്കാർക്കോ അല്ലെങ്കിൽ രോഗികളൊന്നും ഇല്ലാത്ത സ്ഥലങ്ങളൊന്നും ഇല്ലല്ലോ, എന്തായിരിക്കും അവരൊക്കെ ഒരവസ്ഥ?
എന്തായിരിക്കും അവസ്ഥ എന്നുള്ളതൊന്ന് കണ്ടറിയണം. സുജിത്ത് ഭക്തൻ പറഞ്ഞ പോലെ തന്നെ വളരെ മോശം. അന്നിപ്പോൾ ധൃതിഗതിയിൽ അത് ഒന്ന് അനങ്ങി, ഇപ്പോൾ അതേപോലെ തന്നെ കിടക്കുകയാണ്. ചിലോട്ട് ചെയ്തിരിക്കുന്നു, ചിലോട്ട് ചെയ്തിട്ടില്ല. എന്താണ് ഇതൊരവസ്ഥ? സത്യം പറയാലോ, ഞങ്ങൾ അവിടുന്ന് 7 മണിക്ക് ഇറങ്ങി, ഇപ്പോൾ 8:15. 1 മണിക്കൂർ തികച്ച് വേണ്ട ഓടിയെത്താൻ നമുക്ക് ഒറ്റപ്പാലത്തേക്ക് ഓടിയെത്താൻ. ഇനി നമ്മൾ ഓങ്ങല്ലൂർ കടന്നിട്ടേ ഉള്ളൂ. ഓങ്ങല്ലൂരിൽ എത്തിയിട്ടുള്ളൂ. ഓങ്ങല്ലൂർ കടന്നിട്ടേ ഉള്ളൂ നമ്മൾ. ഇനി നമുക്ക് കിടക്കുകയാണ് ഓടാൻ 10-25 കിലോമീറ്ററോളം. ഒരവസ്ഥ ഭയങ്കര അവസ്ഥയാണ്. എത്രയും പെട്ടെന്ന് ശരിയാക്കി കിട്ടുക അത്രയും നല്ല റോഡാണ് ഒരു നാടിൻ്റെ പുരോഗതി എന്ന് എടുത്തറിയിക്കുന്നത്. ആ ജനപ്രതിനിധിയെ നമ്മൾ പുകഴ്ത്തണമെങ്കിലും ഇപ്പം എൻ്റെ കൂടെയുള്ള ആൾക്കാരൊക്കെ, ഞാനൊരു മാർക്സിസ്റ്റ് അനുഭാവി ആയതുകൊണ്ട് എന്നെ ഇങ്ങനെ ഇട്ടിട്ട് കൊല്ലും പിടിച്ചിട്ട്. നമ്മളിത് അവരോട് ബാധിക്കണ പോലെ അല്ലല്ലോ ഇപ്പോൾ ഇത്. നമ്മൾ സത്യാവസ്ഥ നമുക്ക് അനുഭവം വരുമ്പോഴാണ് ഏത് പാർട്ടി ആയാലും നമ്മളെ പാർട്ടി അടിച്ചെങ്കിൽ നമ്മൾ കുറ്റം പറഞ്ഞു പോകും. അപ്പോൾ ഇത്രയും പെട്ടെന്ന് ശരിയാക്കി എടുക്കുമെന്ന് വിചാരിക്കണം. ഭയങ്കര ദുരിതം. നമുക്കിപ്പോൾ എത്രയും പെട്ടെന്ന് അതിക്കെന്താ അത്ര ഇത് പറയാൻ കാരണം എന്ന് വെച്ചാൽ, എനിക്കിപ്പോൾ എത്രയും പെട്ടെന്ന് വീട്ടിലെത്തേണ്ട ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു. എവിടെ എങ്ങനെ എന്തെങ്കിലും പറക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ കാറിലല്ലേ പോണത്. ഇത് ചിറക് വെച്ചിട്ട് പറന്നു പോകാൻ പറ്റില്ലല്ലോ. എന്തായാലും വളരെ മോശമാണ്. ഇനിയൊരു പ്രാവശ്യം ജനങ്ങൾ ചിലപ്പോൾ എന്തായാലും ഇനി ഒരു മുഹസിനെ നിർത്തി കഴിഞ്ഞിട്ട് വെച്ചെങ്കിൽ ചിന്തിക്കും എന്നുള്ളത് 100 വട്ടാണ്. എന്തായാലും ഇത് ആരെങ്കിലും കാണണം. മാർക്സിസ്റ്റ് പാർട്ടി ഇനി കുറ്റം പറഞ്ഞ് പാർട്ടിനെ ഞാനൊരു മാർക്സിസ്റ്റ് പാർട്ടിക്കാരൻ തന്നെയാണ്. ഇനി അത് പറഞ്ഞിട്ട് എന്നെ കുറ്റം പറഞ്ഞ് അത് പാർട്ടിനുള്ള സത്യമായി തന്നെ ഉൾക്കൊള്ളണം. അത്രയുള്ളൂ എനിക്ക് പറയാനുള്ളത്. റോഡ് എന്തായാലും നേരാവട്ടെ. ഇത്രയും പെട്ടെന്ന് നേരാവുമെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോഴെങ്കിലും ആർക്കും ഇങ്ങനെ ഒരു ദുരന്തം ഇല്ലാതിരിക്കട്ടെ. ഓക്കെ. അല്ലപ്പൊളി പാട്ടാണോ? ജാസി ഗിഫ്റ്റ് പോയാ അത് വന്നിക്കണ അങ്ങാട് പോയി.
കണ്ടാല് നമുക്കറിയാം ഈ ഒരു നാടിന്റെ ശക്തി എത്രയുണ്ട്, മണിച്ചേട്ടന്റെ ഈ നാട് എത്രത്തോളം ഈ ഒരു കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, എല്ലാവരും പൊക്കി പിടിച്ചോ, എല്ലാവരും പൊക്കി പിടിക്കും മൊബൈൽ ഫോണിന്റെ ഫ്ലാഷ് ലൈറ്റ്. ഓക്കെ, ഈ ഒരു കാഴ്ച കണ്ണു നിറയുന്ന കാഴ്ചകളുണ്ടാവും. എല്ലാവരും പൊക്കി പിടിക്കും മൊബൈൽ ഫോൺ. ആരോന്നാണ് ഞാൻ പറഞ്ഞത്. ലൈറ്റ് കൂടി ഓഫാക്കി അടിപൊളിയാണ്. അപ്പോൾ നമ്മളങ്ങനെ പട്ടാമ്പി കൊടുമുണ്ട നേർച്ച കഴിഞ്ഞ് വന്നപ്പോൾ സ്വന്തം ചെനക്കത്തൂർ എത്തിയിട്ട് ജാസ്തി ഗിഫ്റ്റ് രഞ്ജിനി ഷോസിൻ്റെ ഒക്കെ അടിപൊളി ഗാനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. പാട്ടിലധികം ഒരിക്കലും കാണിക്കാൻ പറ്റില്ല, കേൾക്കണമെന്ന് അറിയില്ല. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ഷെയർ ചെയ്യാൻ മറക്കണ്ട, ലൈക്ക് ചെയ്യുക. അടുത്ത അടിപൊളി നേർച്ച പൂരത്തിലൊക്കെ വീഡിയോസ് നിങ്ങളുടെ വീഡിയോയിലൂടെ വരും. ഓക്കെ, അപ്പോൾ ബൈ.